ॐ कूजन्तम् राम रामेति मधुरम् मधुराक्षरम् आरुह्य कविता शाखाम् वन्दे വാത്മീകികോകിലം. ആത്മഭാവങ്ങളെ, രാമന്റെ അയനത്തിലൂടെ എന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം അഭിഷേക വിഘ്നം. പ്രിയരെ, ദശരഥ മഹാരാജാവിന്റെ 3 ഭാര്യമാരിൽ കൈകേയിയോടായിരുന്നു അദ്ദേഹത്തിന് മമത കൂടുതൽ. അതിസുന്ദരിയും സമർത്ഥയും ആകാരസൗഷ്ഠവം തികഞ്ഞവളും മൂവരിൽ ഏറ്റവും ചെറുപ്പക്കാരിയുമായിരുന്നു കൈകേയി. അവളെങ്കിലും ഒരു പുത്രനെ തനിക്ക് തരുമെന്ന് ദശരഥൻ പ്രതീക്ഷിച്ചിരുന്നു. അവൾക്കുണ്ടാകുന്ന പുത്രനെ അടുത്ത രാജാവാക്കാമെന്ന് കൈകേയിയുടെ പിതാവിനും വിവാഹവേളയിൽ ദശരഥൻ വാക്കുകൊടുത്തു. വംശപാരമ്പര്യമനുസരിച്ച് മൂത്തപുത്രനായ രാമൻ തന്നെയാണ് രാജാവാകേണ്ടത്. പക്ഷേ അഭിഷേക നടപടികൾ തുടങ്ങും വരെ രാമനിൽ നിന്ന് പോലും തീരുമാനം മറച്ചുവെച്ചു. കൈകേയിയുടെ സഹോദരനായ യുധാജിത്ത് അയോധ്യയിൽ വന്നപ്പോൾ ഭരതനും ദശരഥനും സ്ഥലത്തില്ല. മിഥിലയിൽ അനന്തിരവന്റെ കല്യാണം നടക്കുന്ന വിവരം യുധാജിത്ത് അറിഞ്ഞിരുന്നില്ല. ഉടനെ അയാൾ മിഥിലയ്ക്ക് പോയി സംഘത്തോടൊപ്പം അയോധ്യയിൽ തിരിച്ചു വന്നു. കുറെ നാൾ അവിടെ താമസിച്ച ശേഷം ഭരതനും ശത്രുഘ്നനും അമ്മാവനോടൊപ്പം കേകേയത്തിലേക്ക് പോയി. ഈ അവസരത്തിലാണ് ദശരഥ മഹാരാജാവ് ശ്രീരാമ പട്ടാഭിഷേകത്തിന് കോപ്പുകൂട്ടുന്നത്. ദശരഥ മഹാരാജാവ് രാജാക്കന്മാരെയും പ്രമുഖരെയും വിളിച്ച് നയത്തിൽ സംസാരിച്ചു. രാമാഭിഷേകത്തിന് അഭിപ്രായ സമന്വയമുണ്ടാക്കി. എന്നാൽ കൈകേയിയുടെ പിതാവിനെ ക്ഷണിച്ചില്ല. ഭരതന് രാജ്യമെന്ന ദശരഥന്റെ വാഗ്ദാനം ലംഘിച്ചാൽ കേകേയൻ വിരോധിയാകും. സീതയുടെ പിതാവ് ജനകനെയും വിളിച്ചില്ല. രാമൻ മൂത്തവൻ. സഭാതീരുമാനം രാമന് അനുകൂലമായില്ലെങ്കിൽ ഭരതൻ രാജാവാകും. അങ്ങനെ സംഭവിച്ചാൽ ജനകൻ പിണങ്ങും. ഈ അവസരത്തിൽ ദേവന്മാർ സരസ്വതി ദേവിയെ സമീപിച്ച് ഭൂമിയിലെത്തി മന്ദരയുടെയും കൈകേയിയുടെയും നാവിൽ കുടിയിരുന്ന് രാമാഭിഷേകം മുടക്കണമെന്ന്, ഇല്ലെങ്കിൽ രാവണ നിഗ്രഹം നടക്കില്ലെന്ന് ഉണർത്തിച്ചു. അപ്രകാരം ദേവി മന്ദരയിൽ ആവേശിച്ചു. മാളിക മുകളിൽ നിന്നും നോക്കിയ മന്ദര അലങ്കാരങ്ങൾ കണ്ട് അതിന്റെ കാരണങ്ങൾ അറിഞ്ഞ് കൈകേയിയുടെ അറയിലേക്ക് തിരിച്ചു. മന്ദരയെ കണ്ട് കൈകേയി ചോദിച്ചു, എന്ത് വിശേഷമാണ് രാജ്യമെല്ലാം അലങ്കരിക്കുവാനെന്ന്. അതിന് മന്ദര, മൂഢയായ സ്ത്രീ, നീ എപ്പോഴും അലസ്യയായി ഉറങ്ങിക്കിടക്കൂ. രാജാവ് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് മറുപടി പറഞ്ഞു. ഇത് കേട്ട് കൈകേയി എഴുന്നേറ്റ് സന്തോഷത്തോടെ രത്നഖചിതമായ ഒരു സ്വർണ്ണനൂപുരം മന്ദരയ്ക്ക് സമ്മാനിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് ഈ സന്തോഷ അവസരത്തിൽ ഭയപ്പെടുന്നത്? രാമൻ സ്വന്തം മാതാവിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു. എനിക്കും ഭരതനെപ്പോലെ രാമനോടും സ്നേഹമാണ്. ഇത് കേട്ട് മന്ദര പറഞ്ഞു, ഹേ മൂഢേ, രാജാവ് നിന്നെ സ്നേഹവാക്കുകൾ പറഞ്ഞ് ചതിക്കുകയാണ്. രാമൻ രാജാവായാൽ കൗസല്യ രാജമാതാവാകും. കൗസല്യക്ക് പ്രിയപ്പെട്ടവളായ സുമിത്രയ്ക്കും സ്ഥാനം കിട്ടും. നീ അവരുടെ ദാസിയായി കഴിയേണ്ടി വരും. സപത്നി ദുഃഖത്തെക്കാൾ മരണമാണ് നല്ലത്. ഭരതൻ രാമനെ സേവിച്ച് കഴിയേണ്ടി വരും. നമുക്ക് ഭരതനെ രാജാവാക്കാം. ഞാൻ പറയുന്നത് നീ കേൾക്കുമെങ്കിൽ. സന്ദർഭവശാൽ ഓർമ്മ വന്നതാണ്. പണ്ട് ദേവാസുര യുദ്ധത്തിൽ മഹാരാജന്റെ രഥചക്രത്തിന്റെ അക്ഷകീലം പൊട്ടിയപ്പോൾ നീ വിരൽ അക്ഷകീലത്തിന് പകരം വെച്ച് രാജാവിന്റെ ജീവൻ രക്ഷിച്ചപ്പോൾ നിനക്ക് രാജാവ് നൽകിയ വരങ്ങൾ, നീ വേണ്ടപ്പോൾ ചോദിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ വരങ്ങൾ ഇപ്പോൾ ചോദിക്കണം. 1, ഭരതനെ രാജാവാക്കണം. 2, രാമൻ 14 വത്സരം കാട്ടിൽ കഴിയണം. നീ വേഗം ക്രോധാലയത്തിൽ പ്രവേശിച്ച് നിലത്തി കിടക്കൂ. രാജാവ് നിന്റെ ആവശ്യം സാധിച്ചു തരുന്നതുവരെ. ഇത് കേട്ട് കൈകേയി ക്രോധാലയം പ്രവേശിച്ചു. ക്രോധാലയത്തിൽ വെറും നിലത്തി കിടക്കുന്ന കൈകേയിയെ കണ്ടു വിഷമിച്ച ദശരഥൻ റാണിയുടെ ദുഃഖമകറ്റാൻ വേണ്ടത് എന്തായാലും ചെയ്യാമെന്ന് രാമന്റെ പേരിൽ സത്യം ചെയ്തു. ഇത് കേട്ട് കൈകേയി തനിക്ക് മുന്നേ നൽകിയ വരത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. അത് നൽകാമെന്ന് പറഞ്ഞു. 2 വരങ്ങളിൽ 1 ഭരതനെ രാജാവാക്കണമെന്നും മറ്റ് 1 രാമൻ 14 വർഷം വനത്തിൽ വസിക്കണം എന്നുമാണ്.
ഇത് കേട്ട് രാജാവ് മോഹാലസ്യനായി. വളരെ നേരം കഴിഞ്ഞ് ഉണർന്ന ദശരഥൻ കൈകേയിയോട് അപേക്ഷിച്ചു, ഭരതനെ രാജാവാക്കാം. അതിന് രാമൻ വനത്തിൽ പോകുന്നതെന്തിന്? രാമനെ കണ്ടില്ലെങ്കിൽ തന്റെ പ്രാണൻ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈകേയി താൻ ആവശ്യപ്പെട്ട 2 കാര്യങ്ങളിലും ഉറച്ചുനിന്നു. രാജാവിനെ ദർശിക്കാനെത്തിയ സുമന്തർ വെറും നിലത്ത് ദുഃഖിതനായി കിടക്കുന്ന രാജാവിനെ കണ്ട് വളരെ വ്യസനത്തോടെ കൈകേയിയോട് രാജാവിന്റെ ദുഃഖകാരണം ആരാഞ്ഞു. രാമനെ കാണാഞ്ഞതിലാണെന്നും വേഗം രാമനെ വരുത്താനും കൈകേയി ആവശ്യപ്പെട്ടു. ദശരഥരാജന്റെ അനുവാദത്തോടെ സുമന്തർ രാമനെ കൂട്ടിക്കൊണ്ടുവന്നു. രാമ രാമ എന്ന് വിലപിക്കുന്ന പിതാവിനെ ആശ്ലേഷിച്ച് ദുഃഖകാരണം ആരാഞ്ഞു രാമൻ. അതിനു മറുപടിയായി രാമനാണ് ദുഃഖകാരണം എന്ന് കൈകേയി പറഞ്ഞു. താതന്റെ ദുഃഖമകറ്റാൻ വേണ്ടത് എന്തായാലും ചെയ്യാമെന്ന് രാമൻ സത്യം ചെയ്തു. തുടർന്ന് കൈകേയി നടന്ന കാര്യങ്ങളെല്ലാം രാമനെ ധരിപ്പിച്ചു. രാമ, എന്നെ തുറുങ്കിലടച്ചു നീ രാജ്യം സ്വന്തമാക്കൂ, ഇല്ലെങ്കിൽ സത്യവിരോധം സംഭവിച്ച് നരകത്തിൽ വീണിടുമല്ലോ എന്ന് പറഞ്ഞ് ദശരഥൻ വിലപിച്ചു. താതൻ ഇതിനായി ദുഃഖിക്കുന്നതെന്തിന്? കൈകേയി മാതാവിനോട് എന്നോട് അധികം സ്നേഹമുള്ളതുകൊണ്ടല്ലേ കഠിനമായ രാജ്യഭാരം എനിക്ക് നൽകാതെ പ്രയാസമില്ലാത്ത കാനനവാസം നൽകിയത്? നാട് ഭരിക്കാൻ ഭരതൻ മതി, കാട് ഭരിക്കാൻ ഞാനും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വനത്തിലേക്ക് യാത്രയാകുന്നതാണ് എന്നറിയിച്ച് രാമൻ കൗസല്യാദേവിയുടെ അടുത്തേക്ക് യാത്രയായി. സ്ത്രീജിതനായ താതനെ ബന്ധസ്ഥനാക്കി അഭിഷേകം നടത്താമെന്ന് കോപിഷ്ഠനായ ലക്ഷ്മണൻ തത്വോപദേശങ്ങൾ നൽകി ശാന്തനാക്കുന്നു രാമൻ. എന്നാൽ താനും വനത്തിലേക്ക് അനുഗമിക്കുന്നുവെന്നും അതിന് അനുവാദം നൽകണമെന്നും ലക്ഷ്മണൻ പറഞ്ഞു. പതിവ്രതയായ സ്ത്രീ സുഖത്തിലും ദുഃഖത്തിലും തന്റെ പതിക്കൊപ്പമുണ്ടാകേണ്ടവളായതിനാൽ തന്റെ പതിവ്രതാധർമ്മം അനുഷ്ഠിക്കാൻ അനുവദിക്കണമെന്നും തന്നെയും വനത്തിലേക്ക് കൊണ്ടുപോകണമെന്നും സീത അപേക്ഷിക്കുന്നു. യാത്രക്കൊരുങ്ങിയ ലക്ഷ്മണൻ മാതാവായ സുമിത്രാദേവിയെ കൗസല്യ മാതാവിനെ ഏൽപ്പിച്ച് പാദനമസ്കാരം ചെയ്യുമ്പോൾ ദേവി രാമായണത്തിലെ മർമ്മം എന്ന് പറയുന്ന ആ മന്ത്രമാണ് ചൊല്ലിയത്. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാത യഥാസുഖം. രാമനെ ദശരഥ രാജാവിനെ സ്ഥാനത്ത് കാണാനും സീതയെ തന്റെ സ്ഥാനത്തും കാനനം അയോധ്യയായും കരുതണം എന്നും സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. വനത്തിലേക്ക് നടക്കുന്ന രാമനെ കണ്ട് പ്രജകൾ സങ്കടപ്പെട്ടു. ഇന്നലെ വരെ പുത്രസ്നേഹത്തിന് പേരുകേട്ട ദശരഥരാജൻ എന്തിന് ഇങ്ങനെ തീരുമാനിച്ചു എന്നും ജനം ആകുലപ്പെട്ടു. കൈകേയി ദേവിക്ക് നൽകിയ വരമാണ് കാരണം എന്നറിഞ്ഞ പ്രജകൾ രാമനൊപ്പം വനത്തിലേക്ക് യാത്രയാകാൻ തീരുമാനിച്ചു. കാലാകാലങ്ങളിൽ അവതാരമെടുത്തു പരമാത്മാവായ മഹാവിഷ്ണു ആണ് താൻ എന്നും മഹാമായാദേവിയാണ് സീതയെന്നും ശേഷനാഗമാണ് ലക്ഷ്മണനെന്നും ദേവകാര്യാർത്ഥം രാവണവധനത്തിനായാണ് രാമൻ കാട്ടിൽ പോകുന്നതെന്നും അതിനാൽ ആരും വ്യസനിക്കേണ്ടതില്ലെന്നും മുനിപുങ്കവനായ വാമദേവൻ പൗരന്മാരോട് പറഞ്ഞു. എന്നാൽ ജനം രാമനോടൊപ്പം കാനനത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. സ്നേഹപൂർവം, രഞ്ജൻ കയനാടത്ത്.